അള്ളാഹു അവതരിപ്പിച്ച മുശ്രിക്കിനും കുഫാറിനുമെതിരെയുള്ള ആയത്ത് ഉപയോഗിച്ചുകൊണ്ട് അത് ശിർക്ക് ഞങ്ങളിലുണ്ടെന്ന് പറയുമ്പോ ആ മുശ്രിക്കീങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം ഖുർആനിലില്ലേ? എന്തിനാ ഫൈസൽ മൗലവി തന്റെ ബാപ്പ മരണപ്പെട്ട് കിടക്കുമ്പോ മയ്യത്ത് നിസ്കരിക്കാൻ പോയത്? അവിടെ പാണക്കാട്ട് തങ്ങൾ ദ്വാരക്കാൻ വന്നപ്പോ തങ്ങൾ പാപ്പാന്റെ ഒപ്പം കയ്യും പൊന്തിച്ച് ദുആ ചെയ്തത് എന്തിനാണ്? നാട്ടിൽ എത്ര വഹാബികൾ അങ്ങനെ ബാപ്പമാർക്ക് മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. തന്റെ ഇടമുണ്ടോ? വിളിച്ചു പറയൂ, ഒരു ഫത്വ കൊടുക്കൂ. നിങ്ങള് സുന്നികൾ മരിച്ചാൽ അവർ മുശ്രിക്കീങ്ങളാണ്, അവരുടെ മയ്യത്ത് നിസ്കാരത്തിന് പോയിക്കൂടാ, അവരെ പള്ളി കയറിക്കൂടാ. ഇതൊക്കെ ഖുർആനിലുള്ളതല്ലേ? ഓ വഹാബികളെ, വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ പറയുന്ന മക്ക കുഫാറുകളുടെ മുശ്രിക്കീങ്ങളുടെ ആയത്ത് ഞങ്ങളിലെ പല പ്രവർത്തിക്കും ബാധകമാണെങ്കിൽ അവരോട് സ്വീകരിക്കാൻ ഖുർആൻ പറഞ്ഞ സമീപനം അവരോട് വിവാഹബന്ധം പാടില്ല എന്നല്ലേ? എന്നാ പിന്നെ പേരോട് ഉസ്താദ് നിങ്ങൾക്ക് കെട്ടിച്ചേണ്ടാന്ന് പറഞ്ഞതിന് എന്തിനാ നിങ്ങളത് വിവാദമാക്കിയത് എന്ന ചോദ്യം എന്റെ ആദ്യ പ്രസംഗം മുതൽ ഈ തെരുവിൽ മുഴങ്ങിയിട്ടില്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടോ?